സോദോം ഉൾപ്പെടെ 4 നഗരങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു. നമുക്ക് ചുറ്റുമുള്ള ആധുനിക സോദോമിലേക്കും ഗോമോറയിലേക്കും ഇതൊരു മുന്നറിയിപ്പും ഓർമ്മപ്പെടുത്തലുമായി കാണുക. ക്രിസ്തുവിനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളെ സിനിമകൾ ചിത്രീകരിക്കുന്ന പ്രവണത സമീപ വർഷങ്ങളിൽ സിനിമാ വ്യവസായത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആധുനിക കഥാകൃത്ത് വിശ്വാസത്തിൻ്റെ പങ്കിനെക്കുറിച്ചും അത്തരം ചിത്രീകരണങ്ങൾ പ്രേക്ഷകരിൽ ചെലുത്തുന്ന സ്വാധീനതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു. അശ്ലീലം, അക്രമം, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം പോലുള്ള സമാന സ്വഭാവം സിനിമാ വ്യവസായം നിഷേധാത്മക വശങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ ഇത് സോദോമിന് സമാനമാണ്. സ്ത്രീകളോടും ന്യൂനപക്ഷങ്ങളോടും മറ്റ് ദുർബല വിഭാഗങ്ങളോടും വസ്തുനിഷ്ഠവും ചൂഷണവും ഉൾപ്പെടെയുള്ള പെരുമാറ്റവും സോദോമിന് സമാനമാണ്. പ്രത്യേകിച്ച് ലൈംഗികാതിക്രമം, ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട്. ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും പരിഹസിക്കുകയോ ചെയ്യുന്നവരോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം ബൈബിൾ നൽകുന്നു. ദൈവത്തെ പരിഹസിക്കുന്നവരുമായി കൂട്ടുകൂടുന്നത് ഒഴിവാക്കുക. പരിഹാസികളെയും വ്യാജ ഉപദേഷ്ടാക്കളെയും നേരിടാൻ തയ്യാറാവുക. മറ്റുള്ളവരെ തകർക്കുന്നതിന് പകരം ശക്തമായ ആത്മീയ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വേശ്യാവൃത്തിയും സ്വവർഗരതിയും ഉൾപ്പെടുന്ന ലൈംഗിക പാപങ്ങൾക്ക് പേരുകേട്ടതാണ് സോദോം നഗരം. ലൈംഗിക അധാർമികതയെ പ്രോത്സാഹിപ്പിക്കുന്ന ചുവന്ന തെരുവുകൾ നിയമവിധേയമാക്കപ്പെടുന്നത് സോദോമിന് സമാനമാണ്. ചുവന്ന തെരുവുകളിൽ അഴിമതി, കൈക്കൂലി, അധികാര ദുർവിനിയോഗം, പ്രത്യേകിച്ചും സംഘടിത കുറ്റകൃത്യങ്ങളോ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അവരെ നിയന്ത്രിക്കുകയാണെങ്കിൽ സോദോമിലെ ഭരണാധികാരികളും പൗരന്മാരും തങ്ങളുടെ അധികാര ദുരുപയോഗം ചെയ്തതിന് സമാനമാണ്. സോദോമിലെ ജനങ്ങൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തതിന് സമാനമായി അധികാര സ്ഥാനങ്ങൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ചൂഷണം ചെയ്യുന്നത് അഴിമതിയിലും കൈക്കൂലിയിലും ഉൾപ്പെടുന്നു. അഴിമതിയും കൈക്കൂലിയും നീതിയെയും ന്യായത്തെയും ദുർബലപ്പെടുത്തുന്നു. സോദോമിൻ്റെ ന്യായവും നീതിയുടെയും അഭാവത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തെ പ്രതിഫലിപ്പിക്കുന്നു. വ്യാപകമായ അഴിമതിയും കൈക്കൂലിയും ധാർമ്മികവും സാമൂഹിക മാനദണ്ഡങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകും. വിഗ്രഹാരാധനയിലും വ്യാജാരാധനയിലും ഏക സത്യ ദൈവത്തെ തിരസ്കരിക്കുന്നതും അധാർമികതയിലും പാപത്തിലേക്കും ദൈവിക അധികാരത്തോടുള്ള അവഗണനയെ പ്രകടിപ്പിക്കുന്നു. ഇത് സോദോമിലെ ജനങ്ങൾക്ക് സമാനമാണ്. ദരിദ്രരും ദുർബലരും അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും അനുകമ്പയും കരുതലും കാണിക്കാതെയും അവരുടെ ആവശ്യങ്ങൾ അവഗണിച്ച് കൊണ്ടുള്ള ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ഈ സമൂഹം സോദോമിന് സമാനമാണ്. സോദോം അതിൻ്റെ സമ്പത്തിനും സമൃദ്ധിക്കും പേരുകേട്ടതാണ്. എന്നാൽ ഈ ആധിക്യം അത്യാഗ്രഹത്തിലേക്കും ഭൗതിക സമ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്കും അവരെ നയിച്ചു. ആഡംബര ജീവിതത്തിലും സ്വാർത്ഥ ആഗ്രഹങ്ങൾ മുഴുകി. വ്യക്തമായ ഭൗതികവാദത്തിൻ്റെ സ്വാർത്ഥതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഭൗതിക സമ്പത്തിലും ആനന്ദത്തിലും സോദോമിൻ്റെ ശ്രദ്ധ ആത്മീയ മൂല്യങ്ങളോടും ദൈവത്തിൻ്റെ വഴികളോടും ഉള്ള അവഗണനയിലേക്ക് നയിച്ചു. അമിതമായ ഭൗതികാസക്തിയുള്ളവരോ സമ്പത്തും ആനന്ദവും അനുഭവിക്കുന്നവരിലും സമാനമായ സ്വഭാവവിശേഷങ്ങൾ കാണാം. ഈ വ്യക്തികൾ അനുകമ്പയില്ലാത്ത അമിത സമ്പന്നരാണ്. സ്ഥാനവലിപ്പത്തെ പിന്തുടരുന്ന സ്വയം കേന്ദ്രീകൃത വ്യക്തികൾ, അഴിമതി നിറഞ്ഞ സമൂഹങ്ങളിലെ ആളുകൾ, മറ്റും കപടനാട്യക്കാർ. ആധുനിക സോദോമിലെ മതേതര
അല്ലെങ്കിൽ ഭൗതിക സംസ്കാരങ്ങൾ, മാധ്യമങ്ങളും വിനോദ വ്യവസായങ്ങളും രാഷ്ട്രീയമോ സാമൂഹികമോ ആയ പ്രസ്ഥാനങ്ങൾ കൂടാതെ എസെക്കിയേലിന്റെ പുസ്തകം 16-ാം അധ്യായം 49-ാം വാക്യത്തിലെ വിമർശനത്തെ പ്രതിഫലിപ്പിക്കുന്നു. നഗര സമൂഹങ്ങൾ അല്ലെങ്കിൽ ഉന്നതർ ദൈവത്തിൻ്റെ നിയമങ്ങളെയും ധാർമ്മിക നിലവാരങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയും നിരസിക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങൾ സൊദോമിന് സമാനമാണ്.